إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള മനുഷ്യന്റെ ജീവിതം സന്തോഷകരമാക്കുന്നത് അവർ പരസ്പരമുള്ള ഹക്കുകൾ പൂർത്തിയാക്കുമ്പോഴാണ്. സ്വർഗീയ ജീവിതം ദുനിയാവിൽ ലഭിക്കൂല, അത് ഉറപ്പാണ്. സ്വർഗത്തിന്റെ ജീവിതം സ്വർഗത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്നുണ്ടല്ലോ, കടമകൾ നിർവഹിക്കുന്നുണ്ടല്ലോ, പിന്നെയും എന്താ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത്? അത് ദുനിയാവിന്റെ രീതി അങ്ങനെയാണ്. അത് ചിലപ്പോൾ ചില ആളുകളുടെ ക്ഷമ പരിശോധിക്കാൻ, ചില ആളുകളുടെ സ്വഭാവം പരിശോധിക്കാൻ, ചില പരീക്ഷണങ്ങൾ സ്വർഗീയമാക്കാൻ പറ്റൂല. എന്നാൽ കഴിവിന്റെ പരമാവധി സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വരാൻ പരസ്പരമുള്ള ഹക്കുകൾ അറിയണം, അത് പൂർത്തിയാക്കണം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു വന്നത് ആ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു നിങ്ങളോട് തീർച്ചയായും കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്, നിങ്ങളെ വിശ്വസ്തതയോടെ ഏൽപ്പിക്കപ്പെടുന്ന കടമകൾ നിങ്ങൾ നിറവേറാൻ, ഇലാ അഹ്ലിഹാ, അതിന്റെ അഹ്ലുകാർക്ക്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടുപേർക്കിടയിലുള്ള ഹക്കുകൾ നമ്മൾ പറഞ്ഞു. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള ഹുഖൂഖുകൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കുള്ള ഹക്കുകളിൽ ചിലത് പറഞ്ഞിട്ടുണ്ട്. വിഷയം വിശാലമാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ പരിശുദ്ധ റമദാനിന്റെ ക്ലാസ്സുകളിൽ നമുക്കത് പറയാം, കാരണം പഠിക്കാനുണ്ട്. രണ്ടാമത്തെ വിഷയം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളാണ്. ദീനുൽ ഇസ്ലാം സ്ത്രീകളോട് പറയുന്ന ഈ
ഹുഖൂക്കുകൾ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും സ്ത്രീകൾക്കൊരു കാര്യം ആവശ്യമുണ്ട്. അതെല്ലാവർക്കും പറ്റൂല. അതായത് ഏത് പെണ്ണാണോ അള്ളാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്നത് അവർക്ക് ഇത് ദഹിക്കുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കൂല. ദുനിയാവ് കൽബിന്റെ ഉള്ളിൽ കയറിയ പെണ്ണുങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ അള്ളാന്റെയും അള്ളാന്റെ റസൂലിന്റെയും നിയമങ്ങളൊന്നുമല്ല, നമ്മളെ കാര്യം നമ്മൾ തീരുമാനിച്ചോളാം. അതിനുള്ള ബുദ്ധിയും പഠിപ്പും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ നമുക്കുണ്ട്. ആണുങ്ങൾക്ക് എന്താ പ്രത്യേകത? പെണ്ണായി ജനിച്ചു പോയതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ അടിമകളാകണോ, അടിയാട്ടികളാകണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയൂല. ഞാനീ പറയുന്ന ഹക്കുകൾ, അല്ലെങ്കിൽ അള്ളാഹുവും അള്ളാന്റെ റസൂലും നമ്മളുടെ പെണ്ണുങ്ങൾക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ ആഖിറമുണ്ടെന്ന് വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ളതാണ്. സ്വർഗം കൊതിക്കുന്ന സ്ത്രീകൾക്കുള്ളതാണ്. തറവാടിത്തവും അഭിമാനവുമുള്ള നല്ല പെണ്ണുങ്ങൾക്കുള്ളതാണ്. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവൂല. ഞാൻ തുടക്കത്തിലെ പറയാൻ കാരണം, ദീനുൽ ഇസ്ലാം ഭാര്യമാരോട് പറയുന്ന ഭർത്താക്കന്മാരോടുള്ള ഹക്കുകൾ ഇച്ചിരി കടുപ്പപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ 18 വയസ്സുവരെ അല്ലെങ്കിൽ 20 വയസ്സുവരെ അവരെ പൂർണ്ണമായും സംരക്ഷിച്ച് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൂർത്തിയാക്കി കൊടുത്ത് അവരെ പോറ്റി വളർത്തിയ അവരുടെ മാതാപിതാക്കളെക്കാൾ അതിശക്തമായ ഹക്കുകൾ ദീനുൽ ഇസ്ലാം ഭർത്താവിനോടുണ്ട് എന്ന് പെണ്ണിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റെന്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കടുപ്പത്തിൽ ആ ഹക്കുകൾ പറയാനുള്ള ഒരു കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വാക്കാണ്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഇത് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ നിയമമാണ്. ടാഗോർ ഉണ്ടാക്കിയ നിയമമല്ല, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കമ്മിറ്റിക്കാരുണ്ടാക്കിയ നിയമമല്ല. മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇന്നും ഇന്നലെയും നാളെയും വ്യക്തമായി അറിയുന്ന റബ്ബിന്റെ നിയമമാണ്. അർരിജാൽ, ആണുങ്ങൾ, ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുങ്ങളുടെ മേൽ ആധിപത്യമുള്ളവരാണ്. അത് ആണിനെ ആണായിട്ട് കണ്ടോർക്കേ മനസ്സിലാവൂ, പെണ്ണിനെ പെണ്ണാണി എന്ന് ബോധമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. പുറമെ പെണ്ണിന്റെ ശരീരവും അകത്ത് ആണിന്റെ മനസ്സുമുള്ളവർക്ക് ഇത് തിരിയൂല. വർത്തമാനകാലത്ത് അങ്ങനെയാണ്. പൊതുവെ ലോകം സ്ത്രീകളെ പരിചയപ്പെടുത്തിയത് അബലയായിട്ടാണ്. അതല്ലെങ്കിൽ റോസാപ്പൂവിന്റെ റോസാ ചെടിയുടെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന മണം പരത്തുന്ന സൗന്ദര്യം പ്രസരിക്കുന്ന ഒരു പുഷ്പത്തെ പോലെയാണ്. അവര് സ്വന്തം അവരെ തന്നെ മുള്ളുകളാക്കി മാറ്റി. ഇനി അവർക്ക് തിരിയൂല. الرجال قوامون على النساء. എന്തുകൊണ്ട്? ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ്. സൃഷ്ടിപ്പിൽ തന്നെ ആണാണ്, പെണ്ണ് പെണ്ണാണ്. സൃഷ്ടിപ്പിൽ തന്നെ ആണിൻ്റെതായ പ്രത്യേകതകളുണ്ട്, പെണ്ണുങ്ങൾക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. രണ്ടാമതായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാരണം, ആണുങ്ങളെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പെണ്ണിന്റെ ജീവിതാവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാനുള്ള അധ്വാനത്തിന്റെ ജോലിയുടെ ഭാരമേൽപ്പിച്ചത്. അതയാൾ നിർവഹിക്കും, കഷ്ടപ്പെടും. ചോര നീരാക്കി ചുട്ടുന്ന വെയിലത്ത്, പൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കും. അപ്പോഴും അയാൾക്കൊരു ആവേശം ഉണ്ടാവും, അയാളുടെ ശരീരത്തിനൊരു താക്കത്തുണ്ടാവും, മനസ്സിന് കൂവത്തുണ്ടാവും. എന്തുകൊണ്ട്? വീട്ടിൽ അയാളെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, അയാൾക്ക് അള്ളാഹു നൽകിയ മക്കളുണ്ട്. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവർക്കുള്ള സംരക്ഷണം അത് ഏറ്റെടുക്കാൻ ആണത്വമുള്ളവനായിട്ടാണ് അള്ളാഹു എന്നെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളുടെ മേൽ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഒരു സ്ത്രീ വന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ ആ വിഷയം പറയുന്നുണ്ട്. ആ സ്ത്രീ വന്നത്
അവരുടെ ഭർത്താവ് അവരുടെ മുഖത്തടിച്ചു. മുഖത്തടിക്കാൻ പാടില്ല, അത് ജാഹിലിയ്യത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ അദ്ദേഹം മുഖത്തടിച്ചു. ഈ സ്ത്രീ പരാതിയുമായി വന്നത് അതിന് പകരം ചോദിക്കാനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ചിട്ട് പറഞ്ഞു, അൽ ഖിസാസ്, പകരം കൊടുക്കണം. കാരണം ഒരു മനുഷ്യന്റെ ഈ മുഖത്തടിച്ചൂടാ, അത് അയാളെ നിന്ദിക്കലാണ്, അപമാനിക്കലാണ്. അത് കടുത്ത പാപമാണ്, നരകശിക്ഷയുള്ള കേസാണ് മുഖത്തടിക്കൽ. ഇന്നുണ്ട് ആ ജാഹിലിയ്യത്തിന്റെ സ്വഭാവം മാറാത്ത ആണുങ്ങൾ ഇന്നുണ്ട്. അവൻ അഭിമാനിയല്ല, അവനൊരു പെണ്ണിന്റെ ഭർത്താവാനുള്ള ക്വാളിറ്റി ഉള്ളവനല്ല. അവനെ പറ്റി ആ പെണ്ണിന് ഒരു സുരക്ഷിതത്വ ബോധവും ഉണ്ടാവൂല. ഇന്ന് മുഖത്തടിച്ചവൻ നാളെ കഴുത്തിന് കത്തിയും വെച്ചേക്കാം. അള്ളാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് ഈ വാക്ക് പറഞ്ഞപ്പോഴേക്കും ജിബ്രീൽ വന്നു, ഓതിക്കൊടുത്തു, യാ റസൂലല്ലാഹ് അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ. നബി, അങ്ങനെ ഖിസാസ് കൊടുക്കാൻ പറ്റൂല. കാരണം ഈ പെണ്ണിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഈ ഭർത്താവ്. അവൻ അവകാശമുണ്ട് അവളെ ശിക്ഷിക്കാൻ. പക്ഷെ മുഖത്തടിച്ച് ശരിയായിട്ടില്ല, അത് വേണ്ട എന്ന് പറഞ്ഞോളെ. എന്നാൽ അവളെ അദബ് പഠിപ്പിക്കാനും അവളെ സംസ്കാരം പഠിപ്പിക്കാനും അവളെ തറവാടിത്തവും അഭിമാനവും പഠിപ്പിക്കാനും അയാൾക്ക് അവളെ തല്ലാം. അതുകൊണ്ട് ഖിസാസ് ഒന്നുമില്ല, ശ്രദ്ധിച്ച് ജീവിച്ചോളാൻ പറ പോയിട്ട്. റിജാലു ഖവ്വാമൂന അലൻ നിസാ. ദീൻ എങ്ങനെയാ പഠിപ്പിച്ചത്? അത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് മക്കൾക്ക് തർബിയത്ത് കൊടുത്ത് ഭർത്താവിന്റെ നിലയും വിലയും മനസ്സിലാക്കി കുടുംബത്തിന്റെ പോരിശയെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിന് പെട്ടെന്ന് മനസ്സിലാവും. ആണുങ്ങളെ പോലെ ജീൻസ് പാന്റ് ഇട്ട് ടീഷർട്ട് ഇട്ട് തോളത്തൊരു ബാഗും വെച്ച് ബുള്ളച്ചിരുന്നിട്ട് പോകുന്ന പെണ്ണിന് ഇതെന്ത് മതം എന്നോട് ചോദിക്കും. ഒക്കെ തിരിയില്ല. കാരണം ദീൻ തിരിയേണ്ടത് ഇതിലല്ല, ഇതിന്റെ ഉള്ളിലാണ്. ദീൻ മനസ്സിലാവേണ്ടത് ഹൃദയത്തിനുള്ളിലാണ്. അതിനുള്ളിൽ മനസ്സിലാകുമ്പോഴേ പുറത്ത് ആ സംസ്കാരം വരുള്ളൂ. ഇതിലെ കേട്ട് ഇതിന്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ ABCD മനസ്സിലാവൂല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. ഈ കണ്ണിനല്ല, അന്ധത ബാധിക്കൽ ഈ കണ്ണിനല്ല, ഇതിന്റെ ഉള്ളിലുള്ള കണ്ണിനാണ്. അത് പൂട്ടിപ്പോയാൽ ഒന്നും തിരിയില്ല. അതുകൊണ്ട് ഭാര്യമാരോടുള്ള ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കൽപ്പന, ഭർത്താവിനെ ആദരിക്കണം, അയാളെ അനുസരിക്കണം. ചിലപ്പം വലിയ കുടുംബക്കാരനൊന്നായിരിക്കൂല, ഓളെക്കാളും ഒരുപാട് പൈസ ഇല്ല, വലിയ പൈസക്കാരനുമായിരിക്കൂല. പക്ഷെ ഇസ്ലാമിന്റെ കടുത്ത നിയമമാണ്, അയാളെ ആദരിക്കണം, ബഹുമാനിക്കണം, അയാൾ പറയുന്നത് അനുസരിക്കും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കുന്തു ആമിറൻ അഹദൻ. ഒരുപാട് കേട്ട ഹദീസാണ്, പക്ഷെ എല്ലാ പെണ്ണുങ്ങൾക്കും ദഹിക്കൂല. ലൗ കുന്തു ആമിറൻ അഹദൻ, ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, അയ്യസ്ജുദ ലി അഹദിൻ, ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ. സുജൂദ് എന്ന് പറഞ്ഞാൽ വണക്കത്തിന്റെ മൂർധന്യതയാണ്. അതിന്റെ അപ്പുറത്തൊരു വിനയം വേറെ ഇല്ല. അതിനപ്പുറത്ത് പഞ്ചപുച്ഛമടക്കിയിട്ടുള്ള വിധേയത്വം വേറെ ഇല്ല. ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആർക്കെങ്കിലും ഞാൻ കൽപ്പന കൊടുക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൻ നിസാ, ഭാര്യമാരോട് ഞാൻ കൽപ്പിച്ചേനെ, അയ്യസ്ജുദ്ന ലിഅസ്വാജിഹിൻ, അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമമാണ്. പക്ഷെ പറ്റൂല, അള്ളാഹ്ക്ക് മുമ്പിലെ സുജൂദ് പാടുള്ളൂ. ആ നിയമം ഉള്ളത് കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ അത്രത്തോളം ബഹുമാനം ഭർത്താവിന് കൊടുത്തോളണം. ദീനുള്ള ഭർത്താവിന്റെ കഥയാ പറയുന്നിട്ടോ. ഈ മിമ്പർമ നിൽക്കുന്ന ഞാനും എന്റെ മുമ്പിലുള്ള മടക്കേരിയിലെ ഭർത്താക്കന്മാരും കേൾക്കാൻ വേണ്ടി പറയാൻ, ഈ ഭർത്താവ്, ഇസ്ലാം പറയുന്ന ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കുന്ന ഭർത്താവിനെ പറ്റിയാണ്. കള്ളും കുടിച്ച് കഞ്ചാവ് കുടിച്ചിട്ട് ഭാര്യനെ ചട്ടിയെടുത്ത് തല്ലുന്ന ഭർത്താവിനെ പറ്റിയല്ല ഈ പറയുന്നത്. വേറെ വിഷയം. ഒരു സംഭവം ഉണ്ടായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി ദഅവത്തിന്. ഷാം പണ്ട് കാലത്തെ രാജാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ കാലം, ബനൂ ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ. അദ്ദേഹം ഷാമിലുള്ള കൊട്ടാര
കൊട്ടാരങ്ങളിൽ ചെന്ന് അവിടെയുള്ള രാജാക്കന്മാർക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് കൊടുക്കാൻ വേണ്ടി പോയപ്പം അദ്ദേഹം കണ്ട ഒരു കാഴ്ച, രാജാവ് ദർബാറിലേക്ക് വരുമ്പം സദസ്സിലുള്ളവര് സുജൂദ് ചെയ്യുന്നു രാജാവിനെ ബഹുമാനിക്കാൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഈ രാജാക്കന്മാരെക്കാളും എത്രയോ ഉന്നതനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് തിരിച്ചെത്തിയാൽ റസൂലുള്ളാഹിക്ക് ഒരു സുജൂദ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ സ്വീകരിച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സുജൂദിലേക്ക് വീണു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമാകെ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ദേഷ്യത്തിന്റെ അടയാളങ്ങൾ കണ്ടു. ചോദിച്ചു, മാ ഹാദാ യാ മുആദ്, മുആദ് എന്താ ഈ ചെയ്തത്? നീ എന്തിനാ സുജൂദ് ചെയ്തത്? അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഷാമിലെ രാജാക്കന്മാരെ ഞാൻ കണ്ടു, അവിടുത്തെ പ്രഭുക്കന്മാരെയും കണ്ടു. അവരുടെ അനുയായികൾ അവരുടെ മുന്നിലുള്ള ആദരവ് കാണിക്കുന്നത് സുജൂദ് ചെയ്തിട്ടാണ്. അവരെക്കാൾ എത്ര നല്ലവനാണ് അങ്ങ്, അവരെക്കാളും എത്ര പരിശുദ്ധനാണ് നമ്മുടെ റസൂല്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലാ തഫഅലു, ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫഇന്നി ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള അനുവാദം ഞാൻ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅ, ഞാൻ പെണ്ണിനോട് കൽപ്പിച്ചേനെ അൻ തസ്ജുദ ലിസൗജിഹാ, ഓളെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. ഇപ്പൊ പുരക്കേക്ക് വൈകുന്നേരം ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പം സോഫ റിമോട്ട് കൺട്രോളും പിടിച്ചിരിക്കുന്നുണ്ടാവും, ടിവിന്റെ അതുകൊണ്ട് ഇപ്പൊ മൊബൈലിൽ ഇരിക്കുന്നുണ്ടാവും. മാപ്പിള വന്നതും കണ്ടിട്ട അയാള് ചായ ചോദിച്ചത് കേട്ടിട്ട് പോലുമില്ല. ഇവിടെ മുആദ് ഇബ്നു ജബലുമായിട്ടുള്ള റസൂലുള്ളാഹിന്റെ സംസാരത്തിൽ ഭാര്യയും ഭർത്താവും വന്നിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു ചർച്ച അവിടെ ഉണ്ടായില്ല. ചർച്ച സുജൂദാണ്, അല്ലാഹു അല്ലാത്തവർക്കുള്ള സുജൂദിന്റെ കടുപ്പമാണ്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ വന്നത് ഭാര്യയെ പറ്റിയുള്ള ചിന്തയാണ്. അപ്പൊ എത്ര ഗൗരവത്തിലായിരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യക്ക്, അന്നത്തെ ഭാര്യക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ടാവുക ഭർത്താവിന്റെ മുന്നിൽ. അതിനോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തുഅദ്ദിൽ മർഅത ഹഖ്ഖ റബ്ബിഹാ, ഒരു പെണ്ണ് അവളുടെ റബ്ബിനോടുള്ള ഹഖ് പൂർത്തിയാക്കൂല, അല്ലാഹുവിനോടുള്ള ഹഖ് പൂർത്തിയാക്കൂല, ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, അവളുടെ ഭർത്താവിനോടുള്ള ഹഖ് പൂർത്തിയാക്കുന്നത് വരെ. മുവഹിദത്താണ്, തൗഹീദ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. 5 നേരം മണിക്കൂർ മുമ്പ് നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളിൽ കയറുന്ന പെണ്ണാണ്. ഉള്ള സുന്നത്ത് നോമ്പ് മുഴുവനും എടുക്കും. സദഖയാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യും. സവ്വാമ ഖവ്വാമ, രാത്രി തഹജ്ജുദ് 3 മണിക്ക് എണീറ്റ് നിസ്കരിക്കും, 12 റക്അത്ത് എല്ലാ ദിവസവും, 365 ദിവസം. എന്തിന്? അല്ലാഹുവിനോടുള്ള ഹഖ് പൂർത്തിയാക്കാൻ. ആ പെണ്ണ് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ മുഴുവൻ സ്വീകരിക്കപ്പെടാനുള്ള ഒരൊറ്റ നിബന്ധന, അവൾ ഭർത്താവിനോടുള്ള ഹഖ് പൂർത്തിയാക്കുന്നവളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭർത്താവ് സങ്കടപ്പെട്ട് വരുമ്പം അയാളെ സന്തോഷിപ്പിക്കാൻ ഒന്ന് പുഞ്ചിരിക്കുന്നവളെങ്കിലും ആയിരിക്കണം. ഇല്ലേ, റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയതായിട്ട് അല്ലാഹു അവളെ പരിഗണിക്കൂല. അത്ര കടുപ്പുണ്ട് ഇസ്ലാമിൽ പെണ്ണിന് ഭർത്താവിനോടുള്ള ഹക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചും കൂടി കൂട്ടിച്ചേർത്തു പെണ്ണിന് ഗൗരവം അറിയാൻ. വലൗ സഅലഹാ നഫ്സഹാ, ഭർത്താവ് അവളുടെ ശരീരം അവളോട് ആവശ്യപ്പെട്ടു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ, ആഗ്രഹം പൂർത്തിയാക്കാൻ. വഹിയ അലാ ഖുതബിൻ, അവളാണെങ്കിൽ ഒട്ടകപ്പുറത്തുള്ള ഒട്ടകക്കട്ടിൽ കയറിയിരിക്കുകയാണ്, യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ഒട്ടകത്തിന്റെ മുകളിൽ കയറി വലിയ പ്രയാസമുള്ള സംഗതിയാണ്. യാത്രക്ക് ഒരുങ്ങി സാമഗ്രികളെല്ലാം കെട്ടിവെച്ച് കുപ്പായൊക്കെ ശരിയാക്കി ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ഭർത്താവ് വന്നിട്ട് ഒന്നിങ്ങോട്ട് വാത് വിളിച്ചത്. അവൾക്ക് അഥവാ ഭർത്താവ് വിളിച്ചാൽ ലം തംനഉഹു, ഇല്ല എന്ന് പറയാനുള്ള അവകാശം ദീനിലില്ല, ദുനിയാവിലുണ്ടാവും. ദീനിലില്ല, ദുനിയാവിലുണ്ടാവും. സഹഹുൽ അൽബാനി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കടുപ്പത്തിലാണ് ഭർത്താവിനോടുള്ള ഹക്ക് പറഞ്ഞത്. കാരണം എന്താ അറിയോ? അയാളെ പറ്റിയൊന്ന് ഓർക്കണം. രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
ഈ വെയിലും തണുപ്പും കാറ്റും കൊള്ളുന്നതും ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ്. ആൾക്കാരുടെ ശകാരങ്ങൾ കേൾക്കും, ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടാവും, വൈകുന്നേരം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇയാൾ പുറക്കേക്ക് വരുമ്പോ ഒന്നും കാണിക്കൂല. എന്തിനാ വെറുതെ വീട്ടിലുള്ള ആൾക്കാരെ സങ്കടപ്പെടുത്തുന്നത്? ഇയാളെ മനസ്സ് നൊമ്പരായിരിക്കും, മനസ്സിന്റെ ഉള്ളിൽ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ടാവും. പക്ഷെ അയാൾ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കും. എന്തിന്? ഓളും മക്കളും ഒന്ന് സന്തോഷിക്കാൻ. ഈ നൊമ്പരത്തിന്റെ ആധിക്യത്തിൽ വരുന്ന ഭർത്താവിന്റെ മുന്നില് ആ പെണ്ണും ജാഹിലിയ്യത്തിന്റെ പെണ്ണായാൽ അവൾ ഒരു വകക്ക് കൊള്ളാത്തോളാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ചിലപ്പോ സൗന്ദര്യത്തിന്റെ റാണിയായിരിക്കും, ചിലപ്പോ മടിക്കേരിയിലെ സൗന്ദര്യത്തിന്റെ റാണിയായിരിക്കും. ഈ പെരുന്ന ഭർത്താവിന്റെ മനസ്സിലുള്ള നൊമ്പരത്തെ കാണാതെ അനുസരണക്കേടിന്റെ വർത്താനം പറയുന്നവളാണെങ്കിൽ ബിഗ് സീറോ, ഓൾ വട്ട പൂജ്യമാണ്, ഒന്നിനും കൊള്ളൂല. അല്ലാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചും കൂടി കടുപ്പം കൂട്ടിയിട്ട് പറഞ്ഞു, കേട്ടോളി സഹോദരിമാര്, കേട്ടോളി. വീട്ടിലുള്ളവർക്ക് പള്ളിയിൽ ഇല്ലെങ്കിൽ കേൾപ്പിച്ചു കൊടുത്തോളി. എന്നോടെന്ന പോലെ നിങ്ങളോടും പറയാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ജീവിതം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ കാന മിൻ ഖദമിഹി ഇലാ മഫ്റഖി റഅസിഹി ഖുർഹ, ഭർത്താവിന്റെ തലയുടെ ഉച്ചി മുതൽ കാലിന്റെ പെരുവിരൽ വരെ വ്രണം, പുണ്ണ്, ചൊറി വന്നു. അങ്ങനെ രക്തവും ചെലവും ആ ചൊറിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണെന്ത് ചെയ്തു? അതിനെ നക്കി തുടച്ച് വൃത്തിയാക്കി. ആ വാക്ക് റസൂൽ ഉപയോഗിച്ച് എന്തിനറിയോ? അത്ര കടുപ്പുണ്ടെന്ന് കാണിക്കാൻ. തല മുതൽ കാല് വരെയുള്ള ചീഞ്ചലം, രക്തം അവൾ തുടച്ച് വൃത്തിയാക്കി. എന്നാലും അവൾ ഭർത്താവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയിട്ടില്ല. അത്ര കടുപ്പുണ്ട് ഭർത്താവിന്. ആര്? ഭർത്താവായാൽ, ആരെ പോലെ ആയാൽ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ആർക്കേ മനസ്സിലാവുള്ളൂ? ദീനുള്ള പെണ്ണിനെ മനസ്സിലാവും. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആയിഷത്തു സിദ്ദീഖയെ പോലെ, ഖദീജ ബിൻത് ഖുവൈലിദിനെ പോലെ, മക്കത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരി, ഏറ്റവും വലിയ പൈസക്കാരി കുലീന ഖുവൈലിദിന്റെ മകൾ, മക്കയിലെ വളരെ പ്രധാനപ്പെട്ട കുടുംബക്കാരും പണക്കാരും ഖദീജാന്റെ വീട്ടിന്റെ മുറ്റത്ത് ക്യൂ നിന്നു ഒന്ന് കല്യാണത്തിന് സമ്മതം മൂളാൻ. എപ്പോ? 2 കല്യാണം കഴിച്ച് വിധവയായതിനു ശേഷവും. ഇങ്ങനെ ഉണ്ടാവും ക്വാളിറ്റി. ഖദീജ 2 കല്യാണം കഴിച്ചു, 2 ഭർത്താക്കന്മാരും മരിച്ചു, എന്നിട്ടും വീട്ടിന്റെ മുന്നിൽ ക്യൂ ആണ്. ഖദീജ പുതിയ എണ്ണായിട്ട് കിട്ടിയാ കൊള്ളാം. പക്ഷെ അള്ളാഹു ആ അവസരം കൊടുത്തത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. നമ്മൾ ഇന്ന് മക്കത്ത് പോയാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ച ഗാർ ഹിറാ കാണാൻ പോകും. അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് ഏകദേശം 5000 അടി ഉയരത്തിലുള്ള മല ഗാർ ഹിറാ. ഇപ്പം കാലങ്ങൾ കഴിഞ്ഞു, കല്ലുകൾ പൊടിഞ്ഞു പോയി. ഇന്ന് 2500 അടി ഉയരമുണ്ട് ഗാർ ഹിറാ. റസൂലുള്ളാഹി തങ്ങൾ 2 മാസം അതിന്റെ മുകളിൽ പോയിരുന്നു. മക്കക്കാരുടെ ഈ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് വീട്ടിലുള്ളത് ഖദീജ ബിൻത് ഖുവൈലിദ്, മക്കയിലെ ഏറ്റവും വലിയ പൈസക്കാരിയായ ഭാര്യ. ഖദീജ എന്താ ചെയ്തെന്നറിയോ? തന്റെ ഭർത്താവിന് ഭക്ഷണത്തിന്റെ ആവശ്യം വരുമ്പം റൊട്ടി ചുട്ടുണ്ടാക്കി ഒരു സഞ്ചിയിൽ എടുത്തിട്ട് 5000 അടി ഉയരത്തിലുള്ള മല കയറാൻ പോകും. 5000 അടി ഉയരത്തില് അവിടെ പോയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് തിരിച്ചു വരും. ഭർത്താവിന്റെ ഭക്ഷണം കഴിയാറാവുന്ന സമയം ഖദീജക്കറിയാം. ആ സമയത്ത് പിന്നെയും ഇതെടുത്തിട്ട് പോകും. വീട്ടിൽ 4-5 മക്കളുണ്ട് റസൂലുള്ളാഹിന്റെ. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരു കുറ്റപ്പെടുത്തലുമില്ല. എന്തുകൊണ്ടറിയോ? ഖദീജക്കറിയാം അത് ഭർത്താവാണ്. അന്ന് റസൂലായിട്ടില്ല, അന്ന് നബിയായിട്ട് അവിടെ വഹി വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. അന്ന് മക്കത്ത് ജീവിച്ച അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ പ്രിയപ്പെട്ട മകന്റെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആയില്ല. പക്ഷെ ഖദീജക്കറിയാം ഭർത്താവ് സ്ഥാനത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഖദീജയെ പോലെ അവൻ ആഗ്രഹിക്കുന്ന പെണ്ണ് ഇതുപോലെ ആയിരിക്കും ഭർത്താവിന്റെ മുന്നിൽ. ഇത്രത്തോളമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് എങ്ങനെയായിരിക്കും ആ പെണ്ണ് ഭർത്താവിനോട് സംസാരിക്കുക? ഇത്രത്തോളാണെങ്കിൽ ഭർത്താവിനോടുള്ള അവരുടെ മുഖത്തിന്റെ ഭാവപകർച്ചകൾ എങ്ങനെയായിരിക്കും? ചില ഭർത്താക്കന്മാർക്ക് പേടിയാണ്. ഓളെന്തെങ്കിലും പറഞ്ഞു പോകുമോ? ഓക്കെ ദേഷ്യം പിടിച്ച എന്താ ചെയ്യാ? സ്വാഭാവികം. അത് ഭർത്താവിന്റെ കേടല്ല, അത് ഓള കേടാണ്.
അത് ഓളകേടാണ്. മാപ്പിളന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുത്തത് അവരുടെ ദുസ്വഭാവമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ടൊരു മസല പറഞ്ഞു. എന്താ അറിയോ, ഒരു പെണ്ണ്, അവൾക്ക് ഭർത്താവും ഉണ്ട്, ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മ രോഗിയാണ്. അപ്പൊ ഉമ്മക്ക് ഏറ്റവും അധികം ഖിദ്മത്ത് ചെയ്യാൻ കഴിയുക മോൾക്കാണ്. അപ്പൊ ഈ ഭാര്യക്ക് രോഗിണിയായ തന്റെ ഉമ്മാനെ ശുശ്രൂഷിക്കാനും കാര്യങ്ങൾ ഖിദ്മത്ത് ചെയ്യാനും ഉമ്മാന്റെ വീട്ടിലേക്ക് പോകാൻ പാടുണ്ടോ ഇല്ലേ? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഭർത്താവിന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പോകൽ ഹറാം. ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്ത കുറ്റം കിട്ടുന്നതും ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്നതുമായ അഹ്കാമു ശരീഅയിൽപ്പെട്ട ഒരു ഹുക്മാണ്. അതെന്റെ ഉമ്മല്ലേ, എന്നെ പ്രസവിച്ച ഉമ്മല്ലേ? അതെ, നിന്റെ ഉമ്മയാണ്, അത് ഉപ്പയാണ്. അതിനേക്കാൾ വലിയ ഹക്ക് അള്ളാഹു നിനക്ക് വെച്ചിരിക്കുന്നത് നിന്നെ കല്യാണം കഴിച്ച ഭർത്താവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കടുപ്പത്തിൽ പറയാനുള്ള കാരണം, സ്വർഗത്തിൽ പോവാനുള്ള നിബന്ധനകളിൽ പെണ്ണിന് ഒന്ന് ഭർത്താവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിച്ചു, വസാമത് ഷഹ്റഹ, റമദാൻ വന്നപ്പം നോമ്പ് എടുത്തു, വഹസുനത് ഫർജഹ, ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെയും നമ്മളെ പെണ്ണുങ്ങളെയും അള്ളാഹു ജീവിതത്തിന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. വഹസുനത് ഫർജഹ, ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചു. വഅതാഅത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിച്ചു. ഒന്ന്, ആ പെണ്ണ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, റമദാൻ വന്നാൽ കൃത്യമായിട്ട് നോമ്പെടുക്കും, ശരീരത്തെ സൂക്ഷിക്കും അന്യർക്ക് മുമ്പിൽ. അതേപോലെ ഭർത്താവിനെ അനുസരിച്ചാൽ ഖീല ലഹ, കഴിഞ്ഞു. മുസ്ലിം സ്ത്രീകൾക്ക് പറയപ്പെട്ട നിയമം കഴിഞ്ഞു. ഖീല ലഹ, അവരോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിൽ നിനക്ക് ഇഷ്ടപ്പെട്ട വാതിൽ ഏതാണോ അതിൽ കൂടെ സ്വർഗ്ഗത്തിൽ പോയിക്കോളും. ഇത്രയും കാലം ചെയ്താൽ മതി. എത്ര ഈസിയാണ്. സ്വർഗപ്രവേശനത്തിന്റെ നിബന്ധനകളിൽ ഒന്ന്, അവളുടെ ഭർത്താവിനെ അനുസരിച്ചവൾ. ഹുസൈൻ ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹത്തിന്റെ അമ്മായി, ബാപ്പാന്റെ സഹോദരി, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തോ ആവശ്യത്തിന് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ആവശ്യം തീർന്നു പോകാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് ചോദിച്ചു, അദാതു സൗജിൻ അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? ഖാലത്ത് നഅം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, എന്റെ അളയമ്മ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്. ഖാൽ കൈഫ അൻതി ലഹു, നീ എങ്ങനെയാ നിന്റെ ഭർത്താവിന്റെ അടുത്ത്? ഓക്കെ ആണോ? അയാൾ നിന്നെ കൊണ്ട് സന്തോഷവാനാണോ? അല്ല നീ പ്രശ്നം ഉണ്ടാക്കുന്നവളാണോ? നീ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന പെണ്ണാണോ? ആ അർത്ഥത്തിൽ കൈഫ അൻതി ലഹു, നീ എങ്ങനെയാ? ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, മാ ആനു, ഞാൻ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾ എന്നെ പഠിപ്പിച്ച ഭർത്താവിനോടുള്ള ഹക്ക്, അത് കൃത്യമായി ഞാൻ നോക്കുന്നുണ്ട്. ഇല്ലാ മാ അജസ്തു അൻഹു, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലല്ലാതെ, ഞാൻ രോഗിയാവുകയോ മറ്റെന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്താലല്ലാതെ ഞാൻ കൃത്യമായും ഹക്ക് പാലിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൻദുരി, നീ എപ്പോഴും നോക്കിക്കൊള്ളണം, ഐന അൻതി മിൻഹു, നീ നിന്റെ ഭർത്താവിന്റെ മനസ്സിൽ എങ്ങനെയാണ്. കാരണം ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, അവനാണ് നിന്റെ സ്വർഗവും അവൻ തന്നെയാണ് നിന്റെ നരകവും. ഭർത്താവിനുള്ള ഹക്ക് നീ പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണ്. അനി അതല്ലേ നാറുക്, ആ ഭർത്താവ് നിന്റെ നരകമായി മാറും. നീ ശ്രദ്ധിച്ചോളണം. ഒരു ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗവാസിയായ സ്ത്രീയെ സംബന്ധിച്ച്, അലാ ഉഖ്ബിറുകും ബിനിസാഇകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള നിങ്ങളുടെ ഭാര്യമാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അവൾക്ക് ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. ഒന്ന്, അൽ വദൂദ്, നന്നായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ. അൽ വലൂദ്, രണ്ടാമത്തെ സ്വഭാവം, ഒരുപാട് പ്രസവിക്കുന്നവൾ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഇനി എനിക്ക് പറ്റൂലാലോ. അൽ വലൂദ്, മക്കളെ പ്രസവിക്കുന്നവൾ. അൽ ഔദ്,
ഭർത്താവിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നവൾ, മനുഷ്യന്മാരല്ലേ, പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ ഉണ്ടാവും, എന്നാലും പിണങ്ങിയാലും ഇങ്ങോട്ട് വന്നിണങ്ങുന്ന സ്വഭാവക്കാരി. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഥവാ ഇദാ ആദത് ഔ ഊദിയത്, ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും അവൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ, സ്വാഭാവികം, പുരുഷന്മാർ ആണുങ്ങളല്ലേ, പല വിഷമം ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടോ ഒരടി കൊടുത്തിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ പുറക്കേക്ക് പോവാൻ അനുവാദം ചോദിച്ചു, ഓ മാപ്പിള പറഞ്ഞു ഇപ്പം പോണ്ട പിന്നെ പോവാം, ഒക്കെ ദേഷ്യം പിടിച്ചു, എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, അവൾ വരും, പെണ്ണിങ്ങോട്ട് വരും, ഭർത്താവിന്റെ കൈ പിടിക്കും, എന്നിട്ട് അവൾ പറയും ഭർത്താവിനോട്, വല്ലാഹി ലാ അദൂഖു ഖംദൻ ഹത്താ തർദാ, നിങ്ങൾ എന്നെ തൃപ്തനാണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് മാപ്പ് തന്നു എന്ന് പറയുന്നവരെ ഒരു പോളക്കണ്ണ് ഞാൻ അടക്കൂല, എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നവളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പെണ്ണ്. ഇവിടെ ഭർത്താവ് മിണ്ടിയിട്ടില്ലെങ്കിൽ മിണ്ടണ്ട, എനിക്ക് ജോലിയില്ലേ, എൻ്റെ ഉപ്പാക്ക് തോട്ടമില്ലേ, മാസാമാസം എൻ്റെ അക്കൗണ്ടിലേക്കും പൈസ വരുന്നുണ്ട്, നിങ്ങൾ പോകുന്നെങ്കിൽ പോയിക്കോ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം ഭാര്യ ഭർത്താവിനെ അനുസരിക്കലാണ്. ഈ തരത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ കടുപ്പത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹാത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു. നമ്മൾ സാധാരണ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന്റെ വിശേഷണങ്ങൾ നോക്കും, സൗന്ദര്യം നോക്കും, നോക്കാൻ പാടില്ല എന്നൊന്നുമില്ല, തറവാട് നോക്കും, നോക്കാം, സമ്പത്ത് നോക്കും, നോക്കാം, ദീനും നോക്കും. അതാണ് സാലിഹത്തായ പെണ്ണ്. സൗന്ദര്യത്തിന്, ദീന്, കുടുംബത്തിന്, തറവാട്ടിന്, പണത്തിന് ദീനുൽ ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ സ്വലാഹിയത്തുള്ള പെണ്ണ്, പരിശുദ്ധ ഖുർആനിൽ ഫസ്സാലിഹാതു എന്ന് അല്ലാഹു പറഞ്ഞ പെണ്ണ് ഓൾ ആരായിരിക്കുന്നറിയോ? ഒന്നാമത്തെ സിഫത്ത് ഖാനിതാതുൻ. ഖാല അൽ മുഫസ്സിറൂൻ, ഖാനിതാതുൻ എന്ന വാക്കിന്റെ അർത്ഥം മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ഇഅലം, നിങ്ങൾ അറിഞ്ഞോളണം, അന്നൽ മർഅ ലാ തകൂനു സാലിഹ, ഒരു പെണ്ണ് സാലിഹത്താവുകയില്ല ഇല്ലാ ഇദാ കാനത് മുതീഅതൻ ലിസൗജിഹാ, അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നവൾ ആയാലല്ലാതെ. ബാക്കിയൊക്കെ ഉണ്ട്, പക്കാ ദീനിയാണ്, ഒരു മോശമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മാപ്പിള പറഞ്ഞാൽ കേൾക്കൂല, അവൾ ഖാലിതാത്തിൽ പെടൂല, സാലിഹാത്തിൽ പെടൂല. ഒരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനിടയിൽ ഇരിക്കുന്ന സമയം ഒരു സ്ത്രീ കടന്നു വന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അന വാഫിദത്തുൻ നിസാഇ ഇലൈക്, എന്നെ മദീനത്തുള്ള പെണ്ണുങ്ങളെല്ലാരും കൂടി ഒരു ദൗത്യം ഏൽപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ്. നിങ്ങളടുത്ത് പറയാൻ, അവർക്ക് വന്ന് പറയാൻ മടിയുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ കാര്യം? പെണ്ണ് പറഞ്ഞു, അല്ലാഹു റബ്ബുർ റിജാലി വ റബ്ബുൻ നിസാ, അല്ലാഹു ആണുങ്ങളെയും റബ്ബാണ്, പെണ്ണിന്റെയും റബ്ബാണ്. വ ആദമു അബുർ റിജാലി വ അബുൻ നിസാ, ആദം ആണുങ്ങളുടെയും പാപ്പയാണ്, പെണ്ണുങ്ങളുടെയും പാപ്പയാണ്. അള്ളാഹു നിങ്ങളെ റസൂലായിട്ട് അയച്ചത് ആണുങ്ങളിലേക്കുമാണ്, പെണ്ണുങ്ങളിലേക്കുമാണ്. പക്ഷെ ആണുങ്ങൾക്ക് യുദ്ധത്തിന് ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ പറ്റുന്നു. അതിൽ കൊല്ലപ്പെട്ട് ഷഹീദായാൽ തന്നെ അവർ മരിക്കുന്നില്ല, അള്ളാന്റെ അടുത്ത് അവർ ജീവനോടെ ഉണ്ട്, അവിടെ അവർക്ക് അള്ളാഹു റിസ്ക് നൽകുന്നുമുണ്ട്. അവിടെ അവർ വലിയ സന്തോഷവാന്മാരുമാണ്. ഇനിയോ നമ്മളാണെങ്കിലോ അവർക്കുള്ള പണിയും ചെയ്തു കൊടുത്ത്, ഭക്ഷണം വെച്ചുകൊടുത്ത്, അവരുടെ ഖിദ്മത്തെല്ലാം ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുക. നമുക്കിങ്ങനെ പിന്നെ ഈ കൂലി കിട്ടുക? ഇത് മദീനത്തുള്ള പെണ്ണുങ്ങളെല്ലാരും കൂടി ചിന്തിച്ച വിഷയമാണ്. ഈ സ്ത്രീയെ ചോദിക്കാൻ വേണ്ടി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഇൻ നിസാ അന്നി സലാം, നിന്നെ അയച്ച പെണ്ണുങ്ങളോട് എന്റെ സലാം പറയാ, എന്നിട്ട് നീ പറഞ്ഞു കൊടുക്കിൻ, വഖൂലി ലഹുന്ന ഇന്ന താഅത സൗജി തഅദിലു മാ ഹുനാക്, ആണുങ്ങൾക്ക് അവിടെ കിട്ടുന്ന കൂലിയില്ലേ, അതിനോട് സമാസമം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഭർത്താവിനെ അനുസരിച്ചാൽ. ഖലാസ്, വേറെ ഒരു പണിയുമില്ല. ആണുങ്ങൾക്ക് യുദ്ധത്തിന് പോകുന്ന പറഞ്ഞാൽ ബിരിയാണി വയ്ക്കാൻ പോകുന്നതല്ല,
വാളും കുന്തോടുത്തിട്ട് മരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആ കൂലി നിങ്ങൾക്ക് കിട്ടും വീട്ടിന്റെ ഉള്ളിൽ ഭർത്താവിനെ അനുസരിച്ചാൽ. അതുകൊണ്ട് ഈ അനുസരണ ഒരു പെണ്ണിൽ ഇല്ലെങ്കിൽ അവൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളിൽ ഒന്നെന്തെന്നറിയോ? അള്ളാഹു നമ്മളെ ഭാര്യമാരെ കാക്കട്ടെ. കുറച്ചൊന്ന് ചിന്തിച്ചോളി, ഒന്ന് താണോളി. ഭർത്താവാണ് എന്ത് പറഞ്ഞാലും. ചിലപ്പോ നിന്റെ ഉപ്പ വലിയ പൈസക്കാരനായിരിക്കും, നിങ്ങൾ വലിയ വലിയ അറവാടിയും വലിയ കുടുംബക്കാരായിരിക്കും. മാപ്പിളക്ക് ചിലപ്പോൾ അതൊന്നും ഉണ്ടാവൂല, അന്ന് കല്യാണം കഴിയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവൂല. ഇപ്പൊ ഷെയ്ത്താൻ വന്ന് ഇങ്ങനെ കൊത്തുന്നുണ്ടാവും. എന്ത് ഷെയ്ത്താൻ പറഞ്ഞാലും ഒന്ന് ക്ഷമിച്ചോളീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നാൻ, രണ്ട് വിഭാഗം ആളുകൾ, ലാ തുജാവിസു സ്വലാത്തഹുമാ റൂസഹുമാ, അവർ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, അവരുടെ ദുആകൾ അവരുടെ തലയിലെ മുകളിലേക്ക് പോകില്ല, അവിടെ കെട്ടിക്കിടക്കും. അവരുടെ നിസ്കാരവും പോകില്ല, അവരുടെ ദുആവും പോകില്ല. ഒന്നാമത്തെ ആള് അബ്ദുൻ അബഖ മിൻ മവാലി, യജമാനന്മാരുടെ കണ്ണു വെട്ടിച്ച് ചാടിപ്പോയ അടിമ. ആ കൂട്ടത്തിൽ ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, മുതലാളി അറിയാണ്ട് ഓടിപ്പോകുന്ന പണിക്കാരൻ. നമ്മൾ ഉത്തരവാദിത്വത്തോടെ വിശ്വാസത്തോടെ പീടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഓനെ കാണുന്നില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. സൂക്ഷിക്കണം. മടക്കേരി കച്ചവടക്കാരായതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. ഒന്നതാണ്. രണ്ട്, വംറഅത്തുൻ, ഒരു പെണ്ണ്, ആസത് സൗജഹ, അവൾ അവരുടെ ഭർത്താവിനോട് കുരുത്തക്കേട് കാണിച്ചു, ഹത്താ തർജ, അവന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ച് ഭർത്താവ് മാപ്പ് കൊടുക്കുന്നത് വരെ അവളെ നിസ്കാരമോ ദുആയോ ഖബൂലാവില്ല. അതുകൊണ്ട് ഭർത്താവിനോടുള്ള ഹക്കിങ്ങനെ വെറുതെ പറയുന്നല്ല, അത് ഇച്ചിരി ഗൗരവത്തിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കടുപ്പത്തിൽ സൂചിപ്പിച്ചത് ശ്രദ്ധിക്കാനാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് പറയാം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ദീനുൽ ഇസ്ലാമിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വിഷയം പറയാം. ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്, പള്ളിയുടെ ഉത്തരവാദിത്തം. നമ്മുടെ പള്ളിന്റെ ജനറൽ ബോഡി യോഗം നടക്കാൻ പോവാണ്. എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. അതൊരു ഇബാദത്താണ്. കാരണം കൂടുന്ന പള്ളിക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരെ ഏൽപ്പിക്കണം, ആരെ ഏൽപ്പിക്കണ്ട എന്ന് അള്ളാഹ്ക്ക് വേണ്ടി കൂടിയിരുന്ന് ഇഖ്ലാസോടെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ ചില കാര്യങ്ങൾ അറിയണം. പള്ളിയുടെ പരിപാലനം രണ്ട് തരത്തിലാണ്. പള്ളി പരിപാലനം രണ്ട് തരത്തിലാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ ഉമ്മാറുൽ മസാജിദ്, പള്ളിയെ പരിപാലിക്കുന്ന ആളുകൾ ഹും അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. അപ്പൊ അല്ലാഹു ആർക്കേ കൊടുക്കും? അർഹതപ്പെട്ടവർക്കേ കൊടുക്കും. അള്ളാഹു സ്വന്തക്കാരനാക്കാൻ തീരുമാനിച്ചാൽ അവൻ എന്ത് ചെയ്യും? അവന്റെ വീട്ടിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. നമ്മളെ കൊട്ടാരം ഏൽപ്പിക്കലാരെയാ? നമ്മളെ കച്ചവടം ഏൽപ്പിക്കലാരെയാ? വിശ്വസ്തരെ, അർഹതയുള്ളവരെ, നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നിയവരെ അള്ളാഹു അവന്റെ വീട് ഏൽപ്പിക്കുന്നത് ആ രീതിയിൽ ആ പരിപാലനം നിഷ്കളങ്കമായി ചെയ്യും, വിശ്വസ്തയോടെ ചെയ്യും എന്നുറപ്പുള്ളവരെയാണ്. എന്നിട്ടും അതിൽ കുരുത്തക്കേട് കാണിച്ചാൽ കിട്ടുന്ന ശിക്ഷ ചെറുതായിരിക്കൂല. ഹും അഹ്ലുല്ലാഹ് ഉമ്മാറുൽ മസാജിദ്. മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറയാണ്, വഇസ്സതി വജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഇന്നി ലഅഹിമ്മു ബിഅഹ്ലിൽ അർദി അദാബൻ, ഭൂമിയിലുള്ള മനുഷ്യരുടെ കുരുത്തക്കേട് കാരണം അവരെ ശിക്ഷിക്കണം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഫഇദാ നദർതു ഇലാ ഉമ്മാരി ബുയൂതി, എന്റെ പള്ളികളെ, എന്റെ വീടുകളെ പരിപാലിക്കുന്ന ആളുകളെ കാണുമ്പോൾ, വഇലൽ മുതഹബ്ബീന ഫിയ, നമ്മൾ രാവിലെ പറഞ്ഞു
എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ കാണുമ്പം വഇലൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴത്തിന്റെ സമയം, തഹജ്ജുദിന്റെ സമയം എന്നോട് ഇസ്തിഗ്ഫാർ പറയുന്ന അടിമകളെയും കാണുമ്പോൾ സറഫ്തു ദാലിക അൻഹും, ഞാൻ ആ അദാബ് അവർക്ക് വേണ്ടെന്ന് വെക്കുന്നതാണ്. അള്ളാഹു അദാബിനെ തിരിച്ചെടുക്കും. ആരെ നോക്കിയിട്ട്? പള്ളി പരിപാലിക്കുന്ന ആളുകളെ നോക്കിയിട്ട്. വലിയ പൊസിഷനാണ്. അള്ളാഹു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഉന്നതമായ ഉത്തരവാദിത്വമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയുടെ ഉത്തരവാദിത്വം, അതിന്റെ പരിപാലനം രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, ആ പള്ളിയെ ഇബാദാത്തുകളെ കൊണ്ട് അലങ്കരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ഒന്നാമത്തെ പരിപാലനം നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ, ഒഴിവ് സമയങ്ങളിൽ വെറുതെ പള്ളിയിൽ വന്നിരിക്കുക. ആകെ മഴപ്പളി വരൂ, കൊടുത്താൽ മാത്രം. അതും ചില ആൾക്കാർ. അതല്ല പള്ളി. നിസ്കരിക്കാൻ വന്നേ പറ്റുള്ളൂ. ആണുങ്ങൾ പ്രത്യേകിച്ചും വാജിബായി വന്നേ പറ്റുള്ളൂ. സഹാബാക്കളുടെ കാലത്ത് അവർക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം എന്താ അറിയോ? അവർ ഒഴിവ് സമയം കിട്ടിയാൽ ഉടനെ പള്ളിയിലെത്തും, ഖുർആൻ ഓതും, ദിക്ർ ചെയ്യും, പിന്നെ ദുആ ചെയ്യും. കാരണം അല്ലാഹുവിന്റെ വീടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅതി അലൻ നാസി സമാനുൻ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ജനങ്ങൾക്കൊരു കാലം ഇങ്ങനെ വരാനുണ്ട്, ലാ യബ്ഖാ ഫീഹി മിനദ്ദീൻ ഇല്ലാ ഇസ്മുഹു, ആ കാലത്ത് ദീൻ അതിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ദീനിന്റെ പേര് മാത്രമേ ഉണ്ടാവൂ, ജീവിതത്തിൽ ഉണ്ടാവൂല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ എഴുത്ത് മാത്രമേ ഉണ്ടാവൂ. ഓതുന്ന ആൾക്കാരുണ്ടാവൂല, പഠിക്കുന്ന ആൾക്കാരുണ്ടാവൂല, അമൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവൂല. വമസാജിദുഹും ആമിറ, പക്ഷെ എന്നാലും അവരുടെ പള്ളികള് ആകാശം മുട്ടുയർന്നു നിൽക്കുന്ന ഭയങ്കര പള്ളികളായിരിക്കും. വഖുലൂബുഹും, എന്നാൽ ആ പള്ളി നിർമ്മിച്ച ആളുകളുടെ ഹൃദയമോ ഖറാബുൻ മിൻ ദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് കാലിയായിരിക്കും. ഒരു കാലം അങ്ങനെ വരും. നമ്മുടെ പള്ളി അങ്ങനെ ആയിക്കൂടാ. ഒന്നാമത്തെ പരിപാലനം ഇബാദാത്തുകളെ കൊണ്ട് പള്ളിയെ അലങ്കരിക്കലാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന ദിഇബുൽ ഇൻസാൻ, പിശാചു മനുഷ്യന് ചെന്നായെ പോലെയാണ്. ഏതുപോലെ? ആടുകളിൽ കൂട്ടം തെറ്റി ഓടുന്ന ആടുകൾക്ക് പിറകിൽ ഓടുന്ന ചെന്നായിയെ പോലെ. അതുകൊണ്ട് കൂട്ടം നിങ്ങൾ തെറ്റരുത്, നിങ്ങളെ ശൈത്താൻ പിടിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വഅലൈക്കും ബിൽ ജമാഅത്തി വൽ ആമ്മത്തി വൽ മസ്ജിദ്, ശൈത്താൻ നിങ്ങളെ പിടിക്കാണ്ടിരിക്കാൻ എപ്പോഴും കൂട്ടത്തിന്റെ കൂടെ നിൽക്കണം, അഹ്ലുസ് സുന്നയുടെ കൂടെ, ഖുർആനെയും സുന്നത്തിനെയും ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം. അതേപോലെ പള്ളിയിലും നിങ്ങൾ അഭയം പ്രാപിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ശൈത്താൻ പിടിക്കും. മാർക്കറ്റിൽ സമയം കൊടുക്കുന്നതിനേക്കാളും അധിക സമയം പള്ളി കൊടുക്കണം. അപ്പൊ നിങ്ങളെ ശൈത്താൻ വേട്ടയാടൂല. അല്ല, പുറത്താണ് അധികം കൊടുക്കുന്നതെങ്കിൽ ആടുമാടുകളെ ചെന്നായി പിടിക്കുന്ന പോലെ നിങ്ങളെ ചെന്നായി പിടിക്കും. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാണ്, ഇന്ന് മനസ്സിലാവുന്ന സംഗതിയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീൻ പഠിച്ച സഹാബാക്കളെ പറ്റി താബിഈങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദറക്തു അസ്ഹാബൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ മസാജിദ ബുയൂത്തുല്ലാഹ്, പള്ളികൾ അല്ലാഹുവിന്റെ വീടുകളാണ്. വ ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹി അയ്യുക്രിമ മൻ സാറഹു ഫീഹാ, ആ വീട്ടിൽ വന്ന് അള്ളാഹുവിനെ സന്ദർശിക്കുന്നവനെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അടിമയോടുള്ള ഹക്കിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പരിപാലനം നമുക്കെല്ലാം ബാധകമായിട്ടുള്ളതാണ്. പള്ളിയെ മനസ്സിൽ കൊണ്ടേ നടക്കണം. എല്ലാവരും അള്ളാഹിന്റെ വീടാണ്. അതിന്റെ കാര്യങ്ങൾ, അവിടെയുള്ള നിസ്കാരങ്ങളിൽ, അവിടെയുള്ള ക്ലാസ്സുകളിൽ, അതേപോലെ തന്നെ ദുആ, ദിക്റുകൾ, സ്വലാത്ത്, അങ്ങനത്തെ ദീനിയായ കാര്യങ്ങൾ, അതൊക്കെ പള്ളിയിൽ ഓരോരുത്തരും അവനവന് വേണ്ടി നടത്തേണ്ട കാര്യമാണ്. രണ്ടാമത്തെ പരിപാലനം പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള അതായത് നമ്മുടെ നാട്ടിൽ കമ്മിറ്റി എന്ന് പറയുന്ന പള്ളി കമ്മിറ്റി, അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മസ്ജിദുൽ ഹറാം എന്ന പള്ളിയുടെ ഉത്തരവാദിത്തം ഖുറൈശികളുടെ കൈമലായിരുന്നു. പൊതുവെ നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു രീതിയുണ്ട്. പള്ളിയുടെ കമ്മിറ്റി ആരായിരിക്കണം? നാട്ടിൽ ഏറ്റവും വലിയ ആജിക്ക, ഒരു 1000 ഏക്കർ തോട്ടമുള്ള ആജിക്ക ആയിരിക്കണം പള്ളിയുടെ പ്രസിഡന്റ്. എന്തോ നിയമമുള്ള പോലെ. ഇല്ലെങ്കിൽ പൈസ നാട്ടിലുള്ള ഏറ്റവും വലിയ പൈസക്കാരനായിരിക്കണം സെക്രട്ടറി. അങ്ങനെ ഒന്നുമില്ല. കാരണം എന്താ അറിയോ? ഖുറൈശികളെക്കാളും വലിയ തറവാടിയൊന്നും നമ്മുടെ കേരിയിലില്ല. ഖുറൈശികളെക്കാളും വലിയ കുടുംബക്കാരൊന്നും നമ്മുടെ കേരിയിലില്ല. അവരെക്കാളും വലിയ പൈസക്കാരുമില്ല.
ഖുറൈശികളുടെ പൈസയെ പറ്റി താരീഖ് ഒന്ന് വായിച്ചു നോക്കി. അബൂജഹലിന്റെ എല്ലാം പൈസനെ പറ്റി, അബൂ സുഫിയാന്റെ എല്ലാം പൈസനെ പറ്റി ഒന്ന് വായിച്ചു നോക്കി താരീഖില്. പക്ഷെ അള്ളാഹു അങ്ങനെ അങ്ങ് മാറ്റി, നിങ്ങൾ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരും വേണ്ട, എന്റെ വീട് ഭരിക്കാൻ, എന്റെ വീടിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ചില ക്വാളിറ്റികളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹു പറയാൻ, അള്ളാഹു പറഞ്ഞു, മുശ്രിക്കീങ്ങൾ ഒരിക്കലും എന്റെ പള്ളിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തൂടാ. മുശ്രിക്കീങ്ങൾ ഒരിക്കലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തൂടാ. അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? മാ കാന ലിൽ മുശ്രിക്കീന അൻ യഅ്മുറു മസാജിദ അല്ലാഹ്. ശിർക്ക് ചെയ്തവൻ എന്റെ വീട് ഭരിക്കാൻ അർഹതയുള്ളവനേ അല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ കമ്മിറ്റി മെമ്പർമാരിൽ ഒരിക്കലും ശിർക്കുള്ളവൻ വന്നുകൂടാ. തൗഹീദിന്റെ പള്ളിയെ പറ്റിയാ പറയുന്നട്ടോ. കുതുബിയത്തി മെമ്പറിനുള്ളൊന്നും മെഹ്റാബ് കഴിക്കുന്ന പള്ളിക്ക് പള്ളി എന്ന് പറയൂല. ആരും കമ്മിറ്റിക്കാരായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ചുരുക്കോ അല്ലെങ്കിൽ ജാറത്തിന്റെ ആളോ ഖബറിന്റെ ആളോ പലിശക്കാരനോ ആരും ആയിക്കോട്ടെ, തൗഹീദിന്റെ പള്ളിയിൽ ഷിർക്കിന്റെ ഒരു അംശമുണ്ടെങ്കിൽ ഇല്ല, മുശ്രിക്കിന് പള്ളി ഭരിക്കാനുള്ള അവകാശമേ ഇല്ല. അതുകൊണ്ട് അള്ളാഹു മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവരെ മാറ്റിയത്. എന്നാലും അവർ ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരുന്നു. കഅബാലയത്തിന്റെ പണി ഒന്നുകൂടി പുതുക്കാൻ വേണ്ടി എടുത്തപ്പം അബൂജഹലാകുന്ന ഏറ്റവും വലിയ മുശ്രിക്കിന്റെ പ്രഖ്യാപനം വന്നു, ഹലാലായ പൈസ ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാ മതി. അത്ര സൂക്ഷിച്ച ആൾക്കാരവര്, പള്ളി അങ്ങനെ ശ്രദ്ധിച്ച ആൾക്കാരാണ്. നിങ്ങളെ വ്യഭിചാരത്തിന്റെ പൈസ ഉണ്ടാവും, കള്ളിന്റെ പൈസ ഉണ്ടാവും, പലിശ പൈസ ഉണ്ടാവും, അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഹലാല് മാത്രം. അവസാനം ഹലാല് മാത്രം കൊണ്ടുവന്നു. പള്ളിപ്പണി പൂർത്തിയാക്കാൻ തികഞ്ഞില്ല പൈസ. കാബിന്റെ പണി പകുതിക്ക് നിന്നു. അവൻ എന്താ ഇതെന്നറിയോ? ഒരു വട്ടത്തിന് ചുറ്റിങ്ങനെ കെട്ടി. ഇന്ന് നമുക്ക് കാണാൻ പോയാൽ അതെന്തിനാണെന്നറിയോ? ഇതും കാബിന്റെ ഉള്ളാണെന്ന് പിന്നീട് വരുന്നവർക്ക് മനസ്സിലാവാൻ. കാരണം ഹലാൽ പൈസ തീർന്നുപോയി. പൈസ ഇഷ്ടം പോലെ ഉണ്ട്, ഹലാലില്ല. ഖുറൈശികൾ അത് ശ്രദ്ധിച്ചവരാണ്. എന്നിട്ടും അള്ളാഹു പറഞ്ഞു, വേണ്ട, മുശ്രിക്കാണെങ്കിൽ വേണ്ട, എന്റെ പള്ളി ഇങ്ങ് നോക്കണ്ട, പറ്റിയ ആൾക്കാർ വേറെ ഉണ്ട്, ഞാൻ കൊടുത്തോളാം. നല്ല കൈകളിൽ അള്ളാഹു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പള്ളി കമ്മിറ്റിയുടെ അർഹതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. ഇന്നമാന്റെ അർത്ഥം എന്താ അറിയോ? അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ വെക്കണം. കാരണം നമ്മളാ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന അർഹതകൾ ഉള്ളവരും മാത്രമേ എന്റെ പള്ളിയുടെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏൽപ്പിക്കാനും പാടുള്ളൂ. ഇന്നമ യഅ്മുറു മസാജിദല്ലാഹ് ഒന്ന് മൻ ആമന ബില്ലാഹ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഐ യുവഹിദുല്ലാഹ്, ഐ യുവഹിദുല്ലാഹ്, തൗഹീദുള്ളവൻ മാത്രം. തൗഹീദുള്ളതെന്ന് പറഞ്ഞാല് ഡയറക്റ്റ് പോകുന്നില്ല, ഊരും കെട്ടിയില്ല, ഉറുക്കും കെട്ടിയില്ല, പിന്നെ ഓനല്ല തൗഹീദുള്ളവൻ. ജീവിതത്തിന്റെ സകലമായ വിഷയങ്ങളിലും അള്ളാന്റെ വഹദാനിയത്തിന് ഷഹാദത്ത് കൊടുത്ത സൂക്ഷ്മത പാലിക്കുന്നവൻ, അഡ്ജസ്റ്റ് ചെയ്യാത്ത. ഓന് പള്ളിക്ക് പറ്റൂല. ഓന്റെ ചില നഫ്സിന്റെ താല്പര്യങ്ങൾ വരുമ്പം പതുക്കെ തൗഹീദ് ബാഗിലാക്കി. ഇല്ലെങ്കിൽ അവന് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ചങ്ങായിമാരെയും ബോധിപ്പിക്കേണ്ട ഒരു അവസരം വന്നപ്പം സുന്നത്തും തൗഹീദൊക്കെ പതുക്കെ പെട്ടിയിലിട്ട് പൂട്ടി. നമ്മൾ ഇഷ്ടം പോലെയായി. ഓൻ പള്ളിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയ ആളല്ല, ഓനതിന് കൊള്ളൂല. ഇത് അള്ളാന്റെ പുരയാണ്, ആജിക്കാന്റെ പുരയല്ല. അള്ളാന്റെ പുര ഏറ്റെടുക്കുന്നത് അള്ളാന്റെ വഹദാനിയത്ത് ഉൾക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവനായിരിക്കണം. മൻ ആമന ബില്ലാഹ്. രണ്ട് വൽ യൗമിൽ ആഖിർ, ആഖിറത്തിലും വിശ്വസിക്കുന്നവനായിരിക്കണം. അതെന്തുകൊണ്ടറിയോ? മുഫസ്സിരിങ്ങൾ പറഞ്ഞു, പള്ളിയാണ്. അതുകൊണ്ട് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവൻ അതിന് വരുന്ന വരുമാനം, അതിന്റെ പൈസ, അതിന്റെ ബിൽഡിങ്, അതൊന്നും ശ്രദ്ധിക്കൂല. ഓനെന്തെയ്യും? പ്രസിഡന്റാണെന്ന് പറഞ്ഞു വന്നിട്ട് ഫാൻ വിട്ടിട്ട് എന്നെ കിടന്ന് ഉറങ്ങും രാത്രി. രാവിലെ നോക്കിയാൽ പറയും, ഞാൻ പ്രസിഡന്റ് അല്ലേ, എനിക്കതിൽ അവകാശമുണ്ട്. ഒന്നും പറ്റില്ല. ഇതെന്റെ റബ്ബനോട് ചോദിക്കുന്നുള്ള ബോധം ഓന് വരും എപ്പം? ആഖിറത്തെ പറ്റി ബോധമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സെക്രട്ടറി ആയി, ആർക്കോ ലോട്ടറി അടിച്ചു മടക്കേരിയിൽ 6 കോടി റുപ്യ. അപ്പൊ അയാള് ഫോൺ വന്നു സെക്രട്ടറിക്ക്, അതെ പിന്നെ എനിക്കിങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട്, ഒരു 2 കോടി ഞാൻ പള്ളിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരിൽ ഇടുപൊട്ടി. 2 കോടി പെയിന്റ് അടിക്കാനുണ്ട്, കാർപ്പറ്റ് മാറ്റാനുണ്ട്, പിന്നെന്താ മിനാരം ഉണ്ടാക്കാനുണ്ട്, നല്ലൊരു മിമ്പർ ഉണ്ടാക്കാനുണ്ട്, ഒരു മെഹ്റാബ് പണിയാനുണ്ട്. 2 കോടിയല്ലേ? തൽക്കാലം ആരും അറിയണ്ട, നീ ബാങ്കിൽ അക്കൗണ്ടിലിട്ടെ. ഇത് യൗമുൽ ആഖിറിൽ വിശ്വാസമില്ലാത്തവൻ ചെയ്യും. ഉള്ളവൻ പറയും, മോനെ നിന്റെ 1 റുപ്യ നമ്മളെ പള്ളിക്ക് ആവശ്യമില്ല, നല്ല ഹലാലായ പൈസ 10 റുപ്യാണെങ്കിലും കിട്ടുന്നുണ്ട്, നിന്റെ ഹറാമിന്റെ 1 റുപ്യ നമുക്ക് ആവശ്യമില്ല. അത് ആഖിറത്തിൽ ബോധമുള്ളവനെ പറയുള്ളൂ. അല്ലെങ്കിൽ പള്ളിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും, 3 ആളെ പേരിലായിരിക്കും അക്കൗണ്ട് ഉണ്ടാവുക.
പള്ളിയുടെ വരുമാന പൈസ ഇങ്ങനെ വാടക വരുന്നുണ്ടാവും, ആൾക്കാർ കൊടുക്കുന്ന പൈസ വരുന്നുണ്ടാവും, ഇവൻ കച്ചവടക്കാരനുമായിരിക്കും. ഇവന് നല്ല ചാൻസായി. 1 കോടി ഉറുപ്പിന്റെ അക്കൗണ്ട് ഇങ്ങനെ കാണുന്നു പള്ളി കമ്മിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ. ഇവൻ പതുക്കെ തിരിച്ചങ്ങോട്ടൊരു ഷെയർ, ഇത് സെക്രട്ടറിക്ക് ഷെയർ കച്ചവടത്തിൽ. മാസാമാസം ലാഭം വരുമ്പോൾ പൈസ ഇങ്ങനെ വന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവന് പോയ പൈസന്റെ മുതല് പള്ളിന്റെ പൈസ. ആഖിറത്തിനെ പറ്റി ബോധമില്ലാത്തവൻ കച്ചവടം ചെയ്യും. ബോധമുള്ളവൻ അതിന്റെ ഉറുപ്പിക്ക് കണക്ക് വെക്കും. അതെന്റെ അല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാന്റെ വീട് പരിപാലിക്കാൻ അള്ളാന്റെ അടിയാറുകൾ എന്നെ ഏൽപ്പിച്ചതാണ്. ആ ബോധം ഉണ്ടാകണമെങ്കിൽ യൗമുൽ ആഖിറിൽ വിശ്വാസമുള്ളവനെ പറ്റുള്ളൂ. അള്ളാന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും എന്ന് ബോധമുള്ളവനെ പറ്റുള്ളൂ. പള്ളിയിൽ എന്തെങ്കിലും സാധനം പഴകി, കുറെ ഇരുമ്പ് കമ്പി, പഴയ കമ്പിയെല്ലാം ഉണ്ടാവും പള്ളിയുടെ മൂലക്ക് കൂട്ടിയിട്ടിട്ട്. സെക്രട്ടറി ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി വന്നപ്പോൾ മൂലക്ക് കുറെ കമ്പി. അപ്പൊ അത് അണ്ണാശിനെ വെച്ചിട്ട് പറഞ്ഞു, പോയി വിറ്റിട്ട് വേണം. അങ്ങനെ പോയിട്ട് വിറ്റിട്ട് വന്നു. 2000 ഉറുപ്പിക കിട്ടി. വാങ്ങിയിട്ട് അങ്ങനെ കീശയിലിട്ട് പോയിട്ട് ചായയും കുടിച്ച്. കാരണം 2000 ഉറുപ്പിക വെറുതെ വേസ്റ്റാക്കിയിട്ടല്ലേ. യൗമുൽ ആഖിർ അള്ളാഹു പറയാനുള്ള കാര്യം അതാണ്. അതീവ ഗൗരവത്തിലായിരിക്കും പള്ളിയുടെ കാര്യം. ഒരു പൊടി പോലും ഹറാമിൻ്റെത് അയാൾ പള്ളിക്കുള്ളിലേക്കും കൊണ്ടുവരില്ല, പള്ളിയിൽ നിന്ന് പുറത്തേക്കും കൊണ്ടുപോവില്ല. അത്ര ശ്രദ്ധയുള്ളവരായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആള്. ഞാൻ പറഞ്ഞല്ലോ, അവർ അള്ളാന്റെ അഹ്ലുകാരാണ്. ഉമ്മാറുൽ മസാജിദ് ഹും അഹ്ലുല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മൂന്നാമത്തെ ക്വാളിറ്റി എന്താ അറിയോ? വഅഖാമുസ് സ്വലാഹ്. 5 നേരം കൃത്യമായിട്ട് ഇമാമിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കണം കമ്മിറ്റിക്കാർ. അങ്ങനെ ഒന്നാമത്തെ സഫില് ശർഈയായ കാരണങ്ങൾ ഇല്ലാതെ ഒരിക്കലും അയാൾ ഒരു വക്തിനും പള്ളി വരാൻ എടുക്കൂല. എന്തുകൊണ്ടറിയോ? അവൻ അള്ളാന്റെ വീടിനെ പരിപാലിക്കുന്നവനാണെന്ന് മഹല്ലത്തിലുള്ള ആൾക്കാർക്ക് അറിയാം. ഒരു നോക്കുമ്പോൾ പ്രസിഡന്റും ഇല്ല, സെക്രട്ടറി ഉള്ള, ട്രഷററും പള്ളിയിലില്ല, നാട്ടുകാർ മൊത്തം ഉണ്ട്. പിന്നെന്തിനാ ഇത്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ളവരായിരിക്കും. നല്ല തണുപ്പുള്ള മടിക്കേരിയിൽ രാത്രി 2 മണിക്കാ വന്ന് കിടന്നത്. വീട്ടില് 5 മണിക്ക് വാങ്ക്, ആകെ 2 മണിക്കൂറേ ഉറങ്ങാൻ കിട്ടുള്ളൂ. പക്ഷെ സെക്രട്ടറിയും പ്രസിഡന്റും അന്നേരം മുസഫിന്റെ ബാക്കിലുണ്ടാവും. ഒരു ഉറക്കം വരൂല. കാരണം എന്താ അറിയോ? ഓൻ പള്ളിയിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. അള്ളാഹു അതിനുള്ള ക്വാളിറ്റി പറഞ്ഞത് നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവനാണ്. നമ്മൾ ഹദീസിന്റെ ക്ലാസ് പറഞ്ഞു ഇഖാമത്തിന്റെ അർത്ഥം എന്താണ്, ആ ബോധം ഉണ്ടാവും. നാലാമത്തേത് സകാത്ത് കൊടുക്കുന്നവനായിരിക്കും. അത് പറയാൻ കാരണം എന്താ അറിയോ? അവന്റെ മനസ്സിലെ മഹല്ലത്തിലുള്ള ആൾക്കാരെ പറ്റിയുള്ള ചിന്തയുണ്ടാവും. ഓന്റെ സ്വത്തിന്റെ 2% പോലും പിടിച്ചു വെക്കുന്ന കഞ്ചൂസ് ആണെങ്കിൽ ഓനെ കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഓൻ ട്രഷറായിട്ടൊരു കാര്യമില്ല. ബാങ്കിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. സക്കാത്തിന് അർഹതപ്പെട്ട മിസ്കീന്മാരുണ്ടാവും, ഫക്കീറന്മാരുണ്ടാവും, യാത്രക്കാരുണ്ടാവും, കടമുള്ള ആൾക്കാരുണ്ടാവും. ഇവരെ പറ്റി ചിന്തിക്കൊന്നുമില്ല. കാരണം ഇവന് കൊടുത്ത് ശീലമില്ല. ഇവൻ വിചാരിക്കും ഇതും എന്റെ പൈസയാന്നാണ്. ആൾക്കാർ വരും, ചോദിക്കും, കത്ത് കൊടുക്കും, അതൊന്നും ഇപ്പം വേണ്ട. അവന്റെ സ്വത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവനാണെങ്കിൽ അവൻ മഹല്ലത്തിലുള്ള ആൾക്കാരെ പറ്റി ബോധമുള്ളവനായിരിക്കും, വിഷമങ്ങൾ അറിയുന്നവനായിരിക്കും, പ്രയാസങ്ങൾ അറിയുന്നവനായിരിക്കും. മഹല്ലത്തിലുള്ള അവകാശപ്പെട്ടവരുടെ കൃത്യമായ ലിസ്റ്റ് അവന്റെ കൈമേലുണ്ടാവും. മൂന്നാമത്തെ എന്താ അറിയോ? 5-മത്തേത് വലം യഖ്ശ ഇല്ലല്ലാഹ്. ഓൻ അല്ലാഹനെ അല്ലാതെ വേറെ ഒരുത്തനെയും പേടിയുണ്ടാവില്ല. എന്നങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ആ മെമ്പറിലും ആ മിഹ്റാബിലും ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ മറ്റേ ഫണ്ട് നിന്നു പോകും. അത് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇത് മാത്രമായാല് ഇന്ന് ആൾക്കാർ വെറുക്കും. ആ വെറുത്തിട്ട് പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. അല്ല, ഇന്ന് പ്രശ്നക്കാരൊക്കെ ഉണ്ട്. അത് നമുക്ക് അന്നേരം നോക്കാം. വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ അല്ലാതെ ഒരു കുഞ്ഞിന്റെ മുന്നിലും ദീന്റെ കാര്യത്തിൽ അവൻ തലകുനിക്കൂല. അഥവാ അവന്റെ ജീവിതം അത്ര ക്ലിയർ ആയിരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതായത് മഹല്ലത്തിലുള്ള ആളുകൾക്ക് ഇവനെ ആക്കിയത് എന്ന് പറയാൻ അവന്റെ അടുത്ത് ന്യൂനതകൾ പരസ്യമായി, രഹസ്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, പരസ്യമായിട്ടുണ്ടാവില്ല. അള്ളാഹുവിനെ അങ്ങനെ ഭയപ്പെടുന്ന മുവഹിദായ ആഖിറത്തിന്റെ ബോധത്തോടെ ജീവിക്കുന്ന, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, സ്വന്തത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന ആളുകളെ പറ്റി ബോധവാന്മാരായ ആളുകളായിരിക്കണം പള്ളി പരിപാലനത്തിന്റെ മുന്നിൽ വരേണ്ടത്. ഇത് അള്ളാഹു പറഞ്ഞ ക്വാളിറ്റികളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. ഇവൻ എന്റെ ചങ്ങായി ആയിരിക്കും, അതുകൊണ്ട് ഓനായിക്കോട്ടെ. നോ, ദീനിലതില്ല. കുറെ കാലമായിട്ട് ഇയാളെന്നല്ലേ, അതുകൊണ്ട് അയാളെന്നെ ആവട്ടെ. നോ, ന്യൂനതകൾ ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേ പറ്റുള്ളൂ. 2-മത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ ഉള്ള ഈ പറഞ്ഞ സിഫാത്തുകൾ എനിക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, ഈ സിഫാത്തുകൾ എനിക്കുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നാൽ അങ്ങോട്ട് പറഞ്ഞോളാം, ഞാൻ ഏറ്റെടുത്തോളാം.
ഞാൻ ഏറ്റെടുത്തോളാം. യൂസുഫ് അലിഹിസ്സലാം പറഞ്ഞ പോലെ രാജാവ് സ്വപ്നം കണ്ടു, വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. രാജാവിന് എന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല. 7 കൊല്ലം ദാരിദ്ര്യം വരാൻ പോവാൻ. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, എന്നെ ഏൽപ്പിച്ചോളി, ഞാൻ നോക്കിക്കോളാം. ഏൽപ്പിച്ചു, മനോഹരമായി നോക്കുകയും ചെയ്തു. മൂസ നബി അലിഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, അങ്ങനെ ഏറ്റെടുക്കാനുള്ള 2 കഴിവുകൾ, ഖവിയ്യുൻ അമീൻ. ഒന്ന് ഏറ്റെടുത്താൽ അത് നടത്താൻ പറ്റുന്ന ഖുവ്വത്ത് ഉണ്ടാവണം. 2 വിശ്വസ്തനായിരിക്കണം. ആളുകൾക്ക് പിന്നെ ഓനെ ഏൽപ്പിച്ചിട്ട് പോയല്ലോ എന്ന് തോന്നാത്ത തരത്തിൽ വിശ്വസ്തനായിരിക്കണം. സ്വയം നമ്മൾ കഴിവുണ്ടായിട്ടും സ്വയം ഏറ്റെടുക്കാതെ അർഹതയില്ലാത്തവൻ കസേരമേരുന്ന് മഹല്ല് കുട്ടിച്ചോറായാൽ അള്ളാന്റെ മുമ്പിൽ ഹിസാബ് ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടുക്കേരി സലഫി മസ്ജിദിന് നല്ലൊരു ടീം വേണം. നല്ല ടീം മീൻസ് നല്ല പൈസക്കാരും നല്ല സുന്ദരക്കുട്ടപ്പന്മാരും നോ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹു ഇപ്പറഞ്ഞ സിഫാത്തുകളുള്ള, ജനങ്ങളുടെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന ഒരു ടീം. അള്ളാഹു ആ തരത്തിലുള്ളവരെ സെലക്ട് ചെയ്യട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു അങ്ങനെ അർഹതയുള്ള സിഫാത്തുകളുള്ള നല്ലവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. പള്ളിയുടെ ആളാവാൻ, പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാൻ, പള്ളിയെ 2 അർത്ഥത്തിലും അലങ്കരിക്കാൻ, ഇബാദാത്തുകളെ കൊണ്ടും മറ്റു ദുനിയാവിന്റെ കാര്യങ്ങളെ കൊണ്ടും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. هذا وإن الله سبحانه وتعالى أمرنا وأمركم بالصلاة والسلام على النبي صلى الله عليه وسلم وقال إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين وعن بقية الصحابة والقرابة كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.